ഹലോ, ആരാ? കേക്കുന്നില്ലല്ലോ. ഹലോ, നടേശനാ. വസുമതി അമ്മയല്ലേ? അതെ. എന്താ നടേശ? അതെ, ഈ വിജയരാഘവൻ സാർ ഇപ്പൊ എവിടെയാ? അവൻ തിരുവനന്തപുരത്ത് മറ്റോ പോയിരിക്കുകയാണല്ലോ. മന്ത്രിയെ കാണാനോ മന്ത്രിയുടെ പിയെ കാണാനോ അവന്റെ ജോലിക്കാര്യത്തിന്. സസ്പെൻഷന് കേസൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങളിപ്പോ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ, കാണാൻ പറ്റിയില്ല. അവിടെ ഇല്ലെന്ന് പറയുന്നു. എവിടെ പോയതാണെന്ന് തെളിച്ചു പറയുന്നുമില്ല. രത്നമ്മയില്ലായിരുന്നു അവിടെ? അവരെന്തൊരു സ്ത്രീയാ. മനുഷ്യരോട് മാന്യമായിട്ട് സംസാരിക്കാനും അറിയത്തില്ല, പെരുമാറാനും അറിയത്തില്ല. ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. വിജയനെ ഫോണിൽ വിളിച്ചുകൂടായിരുന്നോ? വിജയരാഘവൻ ഫോൺ എടുക്കണ്ടേ? ഒന്നുകിൽ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ എത്ര വിളിച്ചാലും എടുക്കില്ല. ഈ ആഴ്ച വൈറ്റിലോട്ട് ചെല്ലാൻ വിളിച്ചിരുന്നതാ. കല്യാണം ഉറപ്പിക്കാനും നിശ്ചയത്തിൻ്റെയും കല്യാണത്തിൻ്റെയും ഡേറ്റ് തീരുമാനിക്കാനും. ചെന്നപ്പോ ആട് കിടന്നിടത്ത് പൂട പോലില്ലെന്ന് പറഞ്ഞ അവസ്ഥയാ. രത്നമ്മ എന്ത് പറഞ്ഞു? അവർ ഈ കല്യാണത്തിനെതിരാണല്ലോ. കല്യാണമൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം. ജാനക്കുട്ടിയെ കാണാൻ പോലും സമ്മതിച്ചില്ല. ചോദിച്ചപ്പോ പറയാ അവിടെ ഇല്ലെന്ന് പറഞ്ഞോ? ഏതോ ബന്ധു വീട്ടിൽ പോയിരിക്കുകയാണെന്ന്. രത്നമ്മ അവളെ കൊണ്ട് മദ്രാസിനെ പോയിരിക്കുകയായിരുന്നല്ലോ. അവളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇല്ലെന്നാ തോന്നുന്നേ. മദ്രാസിലാരാ? രത്നമ്മയുടെ ചേച്ചി ഫാമിലി അവിടെയാ. ജാനക്കുട്ടി എറണാകുളത്തിലെന്ന് ഉറപ്പാണോ? എന്റെ മോളുണ്ടായിരുന്നു എന്റെ കൂടെ. അവള് വീട്ടിനുള്ളിലൊക്കെ നോക്കി, അവിടെ കണ്ടില്ല. ഞാനേ വിജയനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. മനുഷ്യനെ വെറുതെ ചുറ്റിക്കരുതെന്ന് പറയണം. ആദ്യം അപവാദം പറഞ്ഞ് ഒഴിഞ്ഞു മാറി, പിന്നെ വിളിച്ചു വരുത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. വസുമതി അമ്മയും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചല്ലേ കല്യാണക്കാരൻ ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. എന്നിട്ടിപ്പോ ആളുമില്ല, ഫോണും എടുക്കുകയില്ല. എന്താ ഇങ്ങനെയൊക്കെ? ഞാനേ ഇപ്പൊ ഒരു യാത്രയില്ല. കോഴിക്കോടിനടുത്ത് ബാലുശ്ശേരിയിൽ ഒരു കല്യാണത്തിന് വന്നതാ. വിജയനെ വിളിച്ചിട്ടേ ഞാൻ പിന്നീട് വിവരം അറിയിച്ചോളാം. നടേശ സമാധാനമായിട്ടിരിക്കേ. കല്യാണം തീരുമാനിച്ചു വെച്ചതല്ലേ, അത് നടക്കാതിരിക്കത്തൊന്നുമില്ല. ശരി, എന്നാ വെക്കട്ടെ. വണ്ടി വിട്. എന്നാ നീ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് തുടയ്ക്കൊന്നും വേണ്ട. എണീറ്റ്. ഇതാവുമ്പം കുനിഞ്ഞ് നടുപൊട്ടണ്ട, ചെയ്യാനും എളുപ്പം. അങ്ങനെ. മടുത്തെങ്കിൽ ഇത്തിരി നേരം ഇരുന്നിട്ട് ചെയ്താൽ മതി. സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. രത്നമ്മെ പോലെ ഇവിടെ ആരും നിന്നിട്ട് കഷ്ടപ്പെടുത്തൊന്നുമില്ല. മനുഷ്യപ്പറ്റുള്ളവരാ ഞങ്ങള്. ഇതെല്ലാം ഇന്ന് തന്നെ അയൺ ചെയ്യേണ്ടതാണോ? അങ്ങനെയൊന്നുമില്ല. നിനക്ക് സമയം കിട്ടുന്ന പോലെ ചെയ്താൽ മതി. എപ്പോഴായാലും നീ തന്നെ വേണ്ട ചെയ്യാൻ. നിന്ന് കാല് കഴിക്കുന്നു. കുറച്ചു നേരം എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്തോടി.
സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. അവളെന്താ ഇട്ടിട്ട് പോയോ? അമ്മ എന്തിനാ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ട് കൂട്ടിയിട്ടത്? അവളെ മടുപ്പിക്കല്ലേ അമ്മേ. കുറേശ്ശെ കുറേശ്ശെ കൊടുത്താ മതി. വേണമെങ്കിൽ ഇത്തിരി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ ഉടനെ അവൾ ഇട്ടിട്ട് പോയിരിക്കുന്നു. ഓ, അമ്മ പറഞ്ഞതുകൊണ്ടാ പോയതല്ലേ? റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണോ പറയുന്നേ? നമ്മളവളെ കഷ്ടപ്പെടുത്തുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ലേ? ആ, കുറെ കഴിയുമ്പോ വന്ന് അയൺ ചെയ്തോളുമായിരിക്കും.